റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമതൊരു വാക്യം പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. വാക്യം ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഹല്ലേലൂയ. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന് സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ എവിടെ പകരപ്പെട്ടിരിക്കുന്നു? ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറയാം, നിങ്ങളുടെ ഉള്ളിൽ ആദ്യം നിറയേണ്ടത് ദൈവസ്നേഹമാണ്. പകയല്ല, പിണക്കമല്ല, കോപമല്ല, വാഗ്വാദമല്ല. നിന്റെ അകത്ത് നിറയേണ്ടത് ദൈവസ്നേഹമാണ്. അവിടെ ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഒരാമീൻ പറഞ്ഞാട്ട്. അങ്ങനെയാന്ന് ഇനി ഒരു സ്നേഹത്തിന്റെ പകർച്ച, ഒരു വീഞ്ഞിന്റെ പകർച്ച, ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ച. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, ആ ഗതികേട് പൊട്ടിക്കുന്ന ഒരു പകർച്ച ഇന്ന് യേശു അയക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ കർത്താവിന്റെ സ്നേഹം കൊണ്ട് നിറയുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ നിൽക്കുമ്പം ചിലപ്പോൾ നമ്മൾ നമ്മുടെ ആ സാഹചര്യമൊക്കെ അങ്ങ് മറന്നുപോകും. നമ്മുടെ ഉള്ളിൽ ലവ് യു അപ്പ, ലവ് യു ഡാഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ദൈവസ്നേഹം കൊണ്ട് നിറയുന്നൊരനുഭവം. ചിലരൊക്കെ നിന്നെ വെറുക്കുകയും ചിലരൊക്കെ നിന്നെ തള്ളിക്കളയൊക്കെ ചെയ്യുമ്പം നീ അനാഥനാകുമൊന്നും അല്ല. അവർക്കാർക്കും മനസ്സിലാകാത്തൊരു സ്നേഹം നിന്റെ അകത്ത് ദൈവം പകർന്നിട്ടുണ്ട്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുവോ? മറന്നാലും പേടിക്കണ്ട, ഞാൻ നിന്നെ മറക്കത്തില്ല. ആ ആഴമേറിയ സ്നേഹം, ആ നിത്യ സ്നേഹം, അത് നിന്റെ മേൽ പകർന്നിരിക്കുക. എങ്ങനെയാ പകർന്നത്? പരിശുദ്ധാത്മാവിനാൽ നിന്റെ ഹൃദയത്തിൽ പകർന്നിരിക്കുക. നിങ്ങൾ നോക്കിയേ, കർത്താവിനെ സ്നേഹിക്കുന്നൊരു ദൈവവൈദ്യന്റെ ഹൃദയം എംറ്റി ആയിട്ട് കിടക്കുവല്ല. അവന്റെ ഹൃദയത്തിൽ എന്ത് പകരപ്പെട്ടിരിക്കുക? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. കർത്താവിനെ കണ്ടെന്ന് അഭിമാനിച്ച് പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ വന്ന് നിർവിചാരികളെ പോലെ വചനവും ശ്രദ്ധിക്കാതെ, ആലോചനയും ശ്രദ്ധിക്കാതെ, പാട്ടും ശ്രദ്ധിക്കാതെ, ആരാധനയും ശ്രദ്ധിക്കാതെ ഒത്തപ്പം വന്ന് ഒത്തപ്പം പോയാൽ ഞാൻ തുറന്നു പറയുക, ഒന്നും പ്രാപിക്കത്തില്ല. ചുമ്മാ സമയം മെനക്കെടുക. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളൊരു കാര്യം ദൈവത്തിൽ നിന്ന് നേടാൻ തീരുമാനിച്ചാൽ വചനം പറയുന്നത് പോലെ നമ്മുടെ ജീവിതം മാറ്റിയെടുക്കണം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ എന്ത് പകർന്നിരിക്കുക? ദൈവസ്നേഹം എങ്ങനെ പകർന്നു? പരിശുദ്ധാത്മാവിനാൽ. ഓ ഹല്ലേലൂയ. കണ്ടോ ചിലരൊക്കെ സ്നേഹിക്കുന്നെന്നുള്ള പരാതി വേണ്ട. നിന്റെ അകം ഒരു സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുക. ഓ, ദൈവത്തിന് സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ഹല്ലേലൂയ. എത്ര പേരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, എൻ്റെ ഉള്ള് ഈ സ്നേഹം കൊണ്ട് നിറയണം. എന്നോട് ഹോളി സ്പിരിറ്റ് ഇങ്ങോട്ട് പോരുമ്പം പറഞ്ഞു, ഇന്നും ഞാൻ എൻ്റെ ജനത്തിൻ്റെ മേൽ പകരാനിറങ്ങും. ചിലരുടെ ഹൃദയത്തിനകത്ത് ആ സ്നേഹത്തിൻ്റെ പകർച്ച, ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യത്തിന് ഇന്നത്തെ പ്രാർത്ഥന മറുപടിയായിരിക്കും. ഒരുപക്ഷെ ഈ പ്രയർ കഴിഞ്ഞ് നീ വീട്ടിൽ ചെല്ലുമ്പോൾ ആള് മാറിയവനെ പോലെ ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ചില ഹൃദയങ്ങളിലേക്ക് ഈ സ്നേഹത്തിൻ്റെ പകർച്ച എൻ്റെ കർത്താവ് പകർന്നുകൊണ്ടിരിക്കുക. എനിക്ക് തന്നൊരു ബോധ്യം പറയാം, നീ എന്തോ ആകാൻ പോകുന്നു, നിന്നിലൊക്കെ എന്തോ വെളിപ്പെടാൻ പോകുന്നു. നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തത് എന്തോ നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കുവാൻ പോകുന്നു. നല്ല ശമരിയാക്കാരന്റെ കാര്യം യേശു പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വായിക്കണ്ട, ഞാൻ എടുത്തു പറയാം. ഒരുവന്റെ വസ്ത്രമഴിച്ച് അവനെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി
വഴിയിൽ വിട്ടേച്ചു പോയി. ചോദ്യം, ഇവന്റെ മുറിവ് ആരുണക്കും? ഒരു നല്ല ശമരിയാക്കാരൻ മുറിവിന്റെ മേൽ എണ്ണ പകരുന്ന നല്ല ശമരിയാക്കാരൻ, തകർന്ന് കിടക്കുന്നവനെ സ്ട്രെങ്തൻ ചെയ്യാൻ വീഞ്ഞു പകരുന്ന നല്ല ശമരിയാക്കാരൻ. ഞാൻ കണ്ടിട്ടുണ്ട് മാനസിക രോഗത്തിന് 3 ഗുളിക കഴിച്ചുറങ്ങുന്ന ഒരു മനുഷ്യൻ. ഞാൻ പോയൊരു മീറ്റിംഗിൽ എനിക്ക് മുമ്പേ ശുശ്രൂഷിച്ച 7 ദിവസത്തെ പ്രാർത്ഥന, 21 ദിവസത്തെ പ്രാർത്ഥനയാ. 7 ദിവസം അവർ സഭാഹോളി പ്രാർത്ഥന, അടുത്ത 14 ദിവസം പരസ്യമായ കൺവെൻഷനാ. 8ാമത്തെ ദിവസം ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ആ ചെറുപ്പക്കാരന്റെ സാക്ഷ്യമുണ്ടായിരുന്നു. സ്തോത്രം. നീണ്ട 3.5 വർഷം മാനസിക രോഗത്തിന് ഗുളിക കഴിച്ചവൻ ഈ 7 ദിവസം ഇവിടെ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം രുചിച്ചപ്പം മുതൽ അന്ന് രാത്രി മുതൽ ഗുളിക കഴിക്കാതെ അവൻ ഉറങ്ങാൻ തുടങ്ങി. 8ാം ദിവസം അവൻ പറയുവാ, മരിക്കുന്നിടം വരെ ഈ ഗുളിക മാറ്റാൻ പറ്റത്തില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിൽ എന്റെ ലൈഫിനെ മാറ്റിയ ഒരു ദൈവസ്നേഹം. നിന്റെയും എന്റെയും അകത്ത് കുതിച്ചുയരേണ്ടത് ആ സ്നേഹമാണ്. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ട് പോകാം. ആഴത്തിൽ വീഴ്ത്തപ്പെട്ട മുറിവിന്റെ മേൽ എണ്ണയുടെ പകർച്ച. ഹല്ലേലൂയ. ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് നിനക്കുണ്ടാക്കിയിട്ട് മാറിയിരുന്ന് ചിരിക്കുന്ന ചിലരുടെ മുമ്പിൽ നിന്റെ മുറിവിന്മേൽ ഒരു എണ്ണയുടെ പകർച്ച. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ ഞാൻ പകരും. നിങ്ങളിൽ മാത്രമല്ല, നിന്റെ സന്തതിയുടെ മേലും ഒരു പകർച്ച വെളിപ്പെടാൻ പോവുക. ഇന്ന് നീ ഒരൊറ്റയാളെ ഇവിടെ ഉള്ളൂ. ഇന്ന് നീ തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പം നിന്റെ സന്തതിയുടെ മേലൂടെ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. എന്തിനാ കാര്യം? എന്നോട് ദൈവാത്മാവ് നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ പകരാൻ പോവുക. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുമോ? ഇന്ന് ഈ പ്രാർത്ഥന തീരുന്നതിന് മുറിവിന്മേൽ എണ്ണയുടെ പകർച്ച, ഹൃദയത്തിൽ സ്നേഹത്തിന്റെ പകർച്ച, പ്രാർത്ഥിക്കുന്നവന് മേൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഇല്ല, നിന്റെ സന്തതിയുടെ മേൽ. എന്തോ ചില അഡിക്ഷൻസ് പൊട്ടുന്നു. സന്തതിയെ കൊണ്ടു നടക്കുന്ന ചില അഡിക്ഷൻസിന്റെ സ്പിരിറ്റ്, യേശുവിന്റെ നാമത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത ആ സ്പിരിറ്റ് ഇന്ന് പൊട്ടി മാറിയിട്ട് നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ഒന്നുകൂടെ പറയാം, നിന്റെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ പകർച്ച. 2, നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച. 3 ഒരിക്കലും ഉണങ്ങത്തില്ലെന്ന് പറഞ്ഞ നിന്റെ മുറിവിന്റെ മേൽ ഒരു എണ്ണയുടെ പകർച്ച. നിന്നിൽ നിന്നില്ല, ഇനിയും നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിൽ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആക്കട്ടെ ശബ്ദം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം വാക്യം, നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തിന്റെ പകർച്ച. സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. സന്താനത്തിന്മേൽ അനുഗ്രഹത്തിന്റെ പകർച്ച. ഹല്ലേലൂയ. സന്തതിയുടെ മേൽ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ അനുഗ്രഹത്തിന്റെ പകർച്ച. ഇത് ഗതികേടിന്റെ പകർച്ചയല്ല, അനുഗ്രഹത്തിന്റെ പകർച്ചയാ. സ്നേഹത്തിന്റെ പകർച്ച, എണ്ണയുടെ പകർച്ച, പരിശുദ്ധാത്മാവിന്റെ പകർച്ച. തീർന്നില്ല, നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ ആത്മാവിന്റെ പകർച്ച.